നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ ഒരു പശു വഴിതെറ്റി എത്തി. അങ്ങനെ ആ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കവേ അവൾ വഴിമധ്യേ ഒരു പെൺപുലിയെ കണ്ടു. അവർ വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടായി. പശുവിന് നല്ല ചന്തമുള്ളൊരു കാളക്കുട്ടനും പുലിക്ക് നല്ലൊരു പുലിക്കുട്ടനും പിറന്നു. കുട്ടികളും അമ്മമാരെ പോലെ തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചു വളർന്നു. തമ്മിൽ പിരിഞ്ഞവരെ കാണുന്നതേ പ്രയാസമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതുവഴി വന്ന ഒരു മരം വെട്ടുകാരൻ ഈ കാഴ്ച കണ്ടു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആയില്ല. അയാൾ ഈ വിവരം ഉടൻ തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവിനും ഇത് കേട്ടപ്പോൾ ആശ്ചര്യമായി. എന്ത്, പശുവും പുലിയും തമ്മിൽ കൂട്ടുകാരായി ജീവിക്കുന്നെന്നോ? മരം വെട്ടുകാരൻ പറയുന്നത് കേട്ട് രാജാവിന് അതൊന്നു കാണണമെന്ന് മോഹമുണ്ടായി. രാജാവ് മരം വെട്ടുകാരനോട് പറഞ്ഞു, ഞാൻ എന്തായാലും കാട്ടിൽ ഇത് കാണുന്നതിനായി വരുന്നതാണ്. പക്ഷെ അതുവരെ നീ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. മരം വെട്ടുകാരൻ രാജാവ് പറഞ്ഞതുപോലെ എന്നും ആ മൃഗങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ കാളക്കുട്ടൻ്റെയും പുലിക്കുട്ടൻ്റെയും സുഹൃത്തായി പുതിയൊരാളെത്തി. ആരാണെന്നോ? ഒരു കുറുക്കൻ. ഈ വിവരം രാജാവിനെ മരം വെട്ടുകാരൻ അറിയിച്ചു. കുറുക്കനാണ് പുതിയ ചങ്ങാതിയെങ്കിൽ ആ സൗഹൃദം അധിക നാൾ നീളുകയില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, രാജാവ് പറഞ്ഞു. കുറുക്കന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു, കാളക്കുട്ടന്റെ ഇറച്ചി. പക്ഷേ കാളക്കുട്ടനെ വധിക്കണമെങ്കിൽ പുലിക്കുട്ടനെ ആദ്യം വധിക്കണം. കാരണം അവർ നല്ല സുഹൃത്തുക്കളാണ്. കാളക്കുട്ടന് ഒരു അപകടം വന്നാൽ ഉറപ്പായും പുലിക്കുട്ടൻ ഇടപെടും. അങ്ങനെയെങ്കിൽ തൻ്റെ കാര്യം കഴിഞ്ഞതു തന്നെ. എങ്ങനെയും അവർ തമ്മിലുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ തൻ്റെ മോഹം പൂവണിയൂ. ഇതും മനസ്സിൽ വച്ചുകൊണ്ട് കുറുക്കൻ പതിയെ പുലിക്കുട്ടനെ സമീപിച്ചു. എന്നിട്ടു പറഞ്ഞു, താങ്കളെപ്പറ്റി എന്തെല്ലാം വൃത്തികേടുകളാണ് ആ കാളക്കുട്ടൻ പറയുന്നത്. അവനാണ് താങ്കളെക്കാൾ ശക്തരെന്ന്. ഒരൊറ്റ കുത്തിനു തന്നെ അവൻ അങ്ങയുടെ ജീവൻ എടുക്കുമെന്ന്. അവൻ അങ്ങയോട് സൗഹൃദം അഭിനയിക്കുകയാണ്. ഇത് തന്നെ കുറുക്കൻ കാളക്കുട്ടനോടും പറഞ്ഞു. കാളക്കുട്ടനും പുലിക്കുട്ടനുമിടയിൽ പരസ്പരം വലിയ ദേഷ്യമായി, വെറുപ്പായി. കുറുക്കനാകട്ടെ അവരുടെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ കാളക്കുട്ടനും പുലിക്കുട്ടനും തമ്മിൽ വലിയൊരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ 2 പേരും ചത്തുവീണു. ഇത് കണ്ട കുറുക്കനാകട്ടെ സന്തോഷമായി. തൻ്റെ സൂത്രം വിജയിച്ചു. കുറുക്കൻ ഒട്ടും താമസിക്കാതെ തന്നെ കാളക്കുട്ടൻ്റെ മാംസം മുറിച്ചെടുത്ത് ഭക്ഷിച്ചു. ഈ സമയത്താണ് മരം വെട്ടിയും രാജാവും അവിടെ എത്തിയത്. കുറുക്കൻ തൻ്റെ സുഹൃത്തുക്കളെ നശിപ്പിച്ച് ഇറച്ചി കഴിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് ദേഷ്യമടക്കാനായില്ല. ഉടൻ തന്നെ രാജാവ് വില്ലിൽ ഒരമ്പ് ചേർത്ത് കുറുക്കനെ നേർക്കയച്ചു. തൽക്ഷണം കുറുക്കൻ മരിച്ചു വീണു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്ത മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.